കൂടുതൽ വിശപ്പ് തോന്നുന്നത് ഒഴിവാക്കാനും അതേപോലെ തന്നെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന അനാവശ്യമായിട്ടുള്ള കൊഴുപ്പ് നീക്കം ചെയ്യാനും കൂടുതൽ കലോറി പേടിക്കാതെ വയറ് നിറയെ കഴിക്കാനും പറ്റിയിട്ടുള്ള നല്ലൊരു വെജിറ്റബിൾ റാഗി സൂപ്പാണിത്. ഇതിൽ ഫൈബറിന്റെ അളവ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഇതിലും നല്ലൊരു ഓപ്ഷൻ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ഉണ്ടാക്കാൻ വളരെ എളുപ്പവും കഴിക്കാൻ വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഈ ഒരു സൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂണോളം റാഗി പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരുപാട് പോഷക മൂല്യം അടങ്ങിയിട്ടുള്ള ഒരു ധാന്യമാണ് റാഗി. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഷുഗർ കുറയ്ക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡാണ് ഈ റാഗി. അപ്പൊ നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ എടുത്താലും മതി, ഏതായാലും കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ചെറിയൊരു കഷ്ണം പട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം 4-5 വെളുത്തുള്ളി ഇതേപോലെ അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഒരു പകുതി സവോള ഇതേപോലെ ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ക്യാരറ്റും അതേപോലെ തന്നെ 4-5 ബീൻസും കൂടെ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 3-4 തരം വെജിറ്റബിൾസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതെല്ലാം വെജിറ്റബിൾസ് ആണോ ഉള്ളത് അതെല്ലാം ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഒന്നും തന്നെ കൂടുതൽ വെന്തു പോകാനായിട്ട് പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെന്തു പോകുമ്പോൾ അതിന്റെ ആ ഒരു പോഷക മൂല്യം നഷ്ടപ്പെടും. ഇനി എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കാം. പച്ചമുളകിന് പകരം നമുക്ക് കുരുമുളക് ചേർക്കാവുന്നതാണ്. ഈ റാഗി സൂപ്പിൽ പച്ചക്കറിയും കൂടി ഉൾപ്പെടുത്തിയത് കാരണം ഗ്ലൈസമിക് ഇൻഡെക്സ് കുറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പെല്ലാം നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടും കഴിയും. അപ്പോൾ ഞാൻ കുറച്ച് കുക്കുംബറും കൂടി ചേർക്കുന്നുണ്ട്. ഒരു കുക്കുംബറിന്റെ 1/4 ഭാഗമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ചേർത്ത പച്ചക്കറി ഒന്നും തന്നെ അധികം വേവുള്ള പച്ചക്കറികളല്ല, ജലാംശം അടങ്ങിയിട്ടുള്ള പച്ചക്കറികളും ആയതുകൊണ്ട് തന്നെ ഈ സൂപ്പ് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കലക്കി വെച്ചിട്ടുള്ള റാഗി മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു സൂപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 പേർക്ക് കഴിക്കാനുള്ള സൂപ്പാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പച്ചക്കറിയൊക്കെ കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട്. നമ്മളിത് രാത്രിയിലാണ് കഴിക്കുന്നതെങ്കിൽ നമ്മൾ ഉറങ്ങുന്നതിന്റെ 2 മണിക്കൂർ മുൻപ് ഈ സൂപ്പ് കഴിക്കണം. അതായത് നമ്മൾ രാത്രിയിലുള്ള ഏത് തരം ഭക്ഷണമായാലും നമ്മൾ ഉറങ്ങുന്നതിന്റെ 2 മണിക്കൂർ മുൻപ് കഴിക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ഉറക്കം കിട്ടാനും ദഹനം കൃത്യമാകാനും ഒക്കെ സഹായകമാകും. അങ്ങനെ നമ്മുടെ സൂപ്പ് ഏകദേശം തിളച്ചു വന്നിട്ടുണ്ട്. റാഗി നമ്മുടെ ശരീരത്തിന് തണുപ്പ് കിട്ടാനും എല്ലുകളെ സ്ട്രോങ് ആക്കാനും ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ചെറിയ അളവിൽ റാഗി ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ്. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാനായിട്ടും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വെയിറ്റ് ലോസിനും ഷുഗർ കൺട്രോൾ ചെയ്യാനുമെല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണിത്. അപ്പോൾ ഒരു നേരം ചോറ് ഒഴിവാക്കിയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. ഒരുപാട് സമയം ആവശ്യമില്ല ഇത് തയ്യാറാക്കാനായിട്ടും. അതേപോലെ വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക് യു.